തെരച്ചിൽ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും വയനാട്ടിലെ നരഭോജി കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കൂടല്ലൂർ കവലയ്ക്ക് മുകളിലായി ഒരു കൂടുകൂടി സ്ഥാപിച്ചു. ഇന്നലെ കല്ലൂർ കുന്നിൽ കടുവാ സാന്നിധ്യമുണ്ടായ സ്ഥലത്ത് വനം വകുപ്പ് എത്തി പരിശോധന നടത്തി. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട് നിന്ന്. സുർജിത്ത്, ഈ ടീമൊക്കെ അവിടെ സജ്ജമാണ്, കൂടുകൾ റെഡിയാണ്. പക്ഷെ കടുവ എപ്പോഴും ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണ്. പക്ഷെ കടുവയുടെ കാൽപ്പാടുകൾ അവിടെ ഇവിടെയൊക്കെ കാണാനാവുകയും ചെയ്യുന്നു. എന്താണ് ഈ കടുവയെ കണ്ടെത്താനുള്ള ഒരു കാലതാമസത്തിന് കാരണം? ക്രിസ്റ്റീന, സ്മിത, ഈ കടുവയെ തേടിയുള്ള വനംവകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. ഇന്ന് 2 RRT ടീമുകൾ കൂടി എത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും 2 RRT സംഘങ്ങൾ കൂടി എത്തുന്നുണ്ട്. വയനാട്ടിലെ സംഘം കൂടി ആകുമ്പോൾ മൊത്തം 4 സംഘങ്ങളാകും എന്നുള്ളതാണ്. 100ഓളം വരുന്ന ദൗത്യ സംഘമാണ് ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കല്ലൂർ കുന്നാണ്. കല്ലൂർ കുന്ന് ഞാറ്റാടി. ഇന്നലെ ഒരു ദുഃഖവാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ. ഞാറ്റാടിയിൽ വാഗയിൽ സന്തോഷ് എന്നയാളുടെ വീട്ടിൽ അദ്ദേഹം പശുവിനെ വളർത്തിയും അതോടൊപ്പം തന്നെ ആടുകളെ മേച്ചും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ പശുവിനെ ഇന്നലെ രാത്രി കടുവ പിടിച്ചു. ഇത് കടുവ തന്നെയാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് വനംവകുപ്പ് തന്നെയാണ്. എന്തായാലും ഇന്ന് 2 പശുക്കളാണ് ഉണ്ടായിരുന്നത്, ഒപ്പം തന്നെ ആടും ആണ് ഉള്ളത്. ഈ തൊഴുത്തിൽ നിന്ന്, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തൊഴുത്തിൽ നിന്ന് ഈ കയറ് പൊട്ടിച്ച് കടുവ പശുവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടതെന്നാണ് സന്തോഷ് പറയുന്നത്. ഒരു പശു ഇപ്പോൾ ഇവിടെയുണ്ട്. അതിൽ ഒരു പശു, ഗർഭിണിയായ ഒരു പശുവിനെയാണ് ഇത്തരത്തിൽ കടുവ പിടിച്ച് വലിച്ച് വാഴകൾക്കിടയിലേക്ക് കൊണ്ടുപോയത്. ഇതിനിടയിൽ തന്നെ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇത് കടുവ നേരെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും സന്തോഷത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ശരിക്ക് സംഭവിച്ചത്? ഒരു 11 മണി കഴിഞ്ഞപ്പം ഇവിടുന്ന് ആട്ടിൻകുട്ടിയിൽ നിന്ന് ആടെല്ലാം കൂടെ കടന്ന് ബഹളം വെച്ചു. 10-15 ആടുണ്ട്. ചാടുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ മിനിഞ്ഞാന്നതിലെ വരിക്കൂടെ കടുവൻ്റെ കാൽപ്പാട് കണ്ടായിരുന്നല്ലോ. അപ്പോൾ കടുവ ആട്ടിൻകുട്ടി കയറുന്നിടത്ത് ഞാൻ ചാടി ഏറ്റു വന്ന് ഈ മൂലയ്ക്ക് നിന്ന് ടോർച്ച് അടിക്കുമ്പം ഇവിടെ പശുവിനെ കടിച്ച് വലിക്കുവാണ്. അപ്പോൾ കയറ് പൊട്ടാന്നിട്ട് വലിക്കുമ്പോൾ ഞാൻ കുറേ ഒച്ച വെച്ചിട്ട് വിടാഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒച്ച വെച്ചപ്പോൾ അതിലൊക്കെ മുമ്പ് ഓടി വന്ന് ഒച്ച വെച്ചപ്പോൾ ഇവിടെ വലിച്ച് അടിച്ച് ഇവിടെ കാല പിടിച്ച് വലിച്ച് വെച്ച് ഇവിടെ വരെ ഒച്ച വെച്ച് ഇട്ടിട്ട് പോയപ്പോൾ ഞങ്ങൾ പോർഷാരെ വിളിച്ചിട്ട് പോർഷാരൊക്കെ ഇവിടെ വന്ന് രാത്രി പോർഷാർ ഉണ്ടായിരുന്ന ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എല്ലാവരും ഉണ്ട്, ഇവിടെ പോർഷാരൊക്കെ ഉണ്ട്. ഇത് കടുവ തന്നെയാണോ? നിങ്ങൾ ശരിക്കും കണ്ടു. ഇവിടെ നിന്നിട്ട് വലിച്ചു പിടിക്കുമ്പോൾ കയറ് പൊട്ടുന്നില്ല. കയറ് പൊട്ടുന്ന കുനിഞ്ഞ് നിന്നിട്ട് കാൽപ്പാട് ഇവിടെ ഞാൻ ശരിക്കും കണ്ടതാ. പിന്നെ ഇത് കാൽപ്പാട് ചാണകത്തിൽ കൂടെ ഉണ്ട്, കാൽപ്പാടുണ്ട്, ചാണകത്തിൽ കൂടെ കാൽപ്പാടുണ്ട്. അല്ലല്ല, കടുവ തന്നെയാണ്. കടുവ നമുക്ക് പടത്തിൽ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പിടിപ്പം കടുവ തന്നെയാണ്. എന്തായാലും നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ ഒരു പ്രദേശം ആണിത്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സാബു ഉൾപ്പെടെയുള്ള, അതായത് ഈ തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ആളുകളുടെ പറമ്പിലെല്ലാം തന്നെ പഗ് മാർക്കുകൾ കണ്ടെത്തിയതാണ്. മാത്രമല്ല ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആ വയലിൽ കൃത്യമായ രീതിയിൽ കാൽപ്പാടുകൾ പതിഞ്ഞ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കടുവയുടെ കാഷ്ടം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ സർവകക്ഷി യോഗം നടന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ DFO പറഞ്ഞത് ഇത് ആ കടുവയല്ല, അതായത് വാഗേരിയിൽ ഇറങ്ങുന്ന കടുവയല്ല ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. അത് 90 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ആ മേഖലയിലേക്ക് തന്നെ കയറിപ്പോകുന്ന വിധത്തിലുള്ള ഒരു കടുവയാണ്. അത്ര കണ്ട് പ്രായമുള്ള, അതായത് 13 വയസ്സാണ് ഈ WWL 45 എന്ന് പറയുന്ന ഈ വനംവകുപ്പിന്റെ ലിസ്റ്റിലുള്ള കടുവ. എന്തായാലും ആ കടുവയല്ല ഇവിടെ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വലിയ ആശങ്കയിലാണ്. സുർജിത്തിന്റെ മുഖത്തും ചെറിയൊരു ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. കുറേ ദിവസങ്ങളായി കടുവയുടെ പുറകെയാണ്. കടുവയുടെ കാൽപ്പാടുകൾ തേടി ഇങ്ങനെ നടക്കുന്നവരോടൊപ്പം തന്നെ സുർജിത്തുമുണ്ട്. നമുക്ക് ആ ആശങ്ക മനസ്സിലാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരമാകട്ടെ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.